പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് ക്രമവൽക്കരിച്ച് നൽകുന്നതിനുള്ള ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 3000 ചതുരശ്ര അടി വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങൾക്ക് സൗജന്യമായി ക്രമീകരിച്ച് നൽകും. അതിനു മുകളിൽ വിസ്തീർണമുള്ളവ നിശ്ചിത ഫീസ് ഈടാക്കിയും ക്രമീകരിച്ച് നൽകും. ഫീസ് ഈടാക്കുന്നത് അധാർമികമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി 2 വർഷം തികയുമ്പോഴാണ് ചട്ടം തയ്യാറാകുന്നത്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചട്ടത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. കൃഷിക്കും വീടിനും വേണ്ടി പതിച്ചു നൽകിയ ഭൂമി വാണിജ്യാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ 3000 ചതുരശ്ര അടി വരെ സൗജന്യമായി ക്രമവൽക്കരിച്ച് നൽകും. കെട്ടിടം പണിയാതെ വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമിയും വിനോദസഞ്ചാര ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമിയും റെഗുലൈസ് ചെയ്യാൻ ന്യായവിലൂടെ 10% ഫീസ് അടയ്ക്കണം. ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ്. എന്നാൽ ചട്ടഭേദഗതി കർഷകരുടെ വിജയമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം. ഒരു മുഹൂർത്തമാണ്, ഒരു ചരിത്ര സംഭവമാണ്. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി കൂടി അംഗീകരിച്ചാലേ ചട്ടം പ്രാബല്യത്തിൽ വരൂ. 24 തിരുവനന്തപുരം.